ഹലോ നമസ്കാരം, എല്ലാവർക്കും എം ഡോക്കീസ് 2013 പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം മറ്റൊന്നുമല്ല, ഇന്ന് ഓഫ് ഡേ ആയത് കാരണം കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീനിങ് ആട്ടോ. അപ്പോൾ അന്നാണല്ലോ മെയിനായിട്ട് നമ്മുടെ വീട്ടിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ല, ദിവസം ചെയ്യും, എന്നാലും ഡീപ്പ് ക്ലീനിങ് എന്ന് പറയാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ച് ഫ്ലവറൊക്കെ മേടിച്ച് വെച്ചതാണ്. പ്ലാസ്റ്റിക്കാണ്, ഒറിജിനൽ അല്ല. പിന്നെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. വീടിൻ്റെ ഒരു സൈഡിലായിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ട്. അതുപോലെ തന്നെ വേറൊരെണ്ണം കൊണ്ട് കാണിച്ചു തരാവേ. ഇത് കണ്ട, ഇത് പ്ലാസ്റ്റിക് ആട്ടോ, ഇത് ഒറിജിനൽ അല്ല, പ്ലാസ്റ്റിക്കാണേ. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, ഇനി ഇവിടെ എല്ലാം അലക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ മടക്കി വെക്കണം. പിന്നെ ഇത് കണ്ട്, ഇത് പുറം നമുക്ക് ഈ ഒരു വിൻഡോ തുറന്ന് കഴിയുമ്പോൾ വിൻഡോ തുറന്ന് കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഫ്ലൈറ്റൊക്കെ മുകളിലൂടെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ ഫ്രണ്ട് വശത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണാവേ. ഞാൻ എൻ്റെ വീഡിയോ കുറച്ച് കഴിയുമ്പോഴത്തേനും എടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എപ്പോഴും ഇടുമ്പോഴത്തേനും എല്ലാവർക്കും ബോറടിക്കത്തില്ലേ. അപ്പോൾ എന്തായാലും ജനൽ അടച്ചേക്കാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ നന്ദഗോവിന്ദൻ ഭജൻ. അപ്പോൾ അത് കുറച്ച് നേരം വെച്ചിരുന്ന് കാണും. നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ, കേട്ടിരിക്കാൻ തോന്നും. നേരിട്ട് എപ്പോഴെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പോയി കാണണം, നല്ലതാണ്. അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. പിന്നെ എൻ്റെ ബുക്ക് കളക്ഷൻസ്, ഇതൊക്കെയാണ് എൻ്റെ ബുക്കിൻ്റെ കളക്ഷൻസ്. ഇപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചത് ഇതാണ്, ആൽക്കമിസ്റ്റ്, കൊയ്ലോടെ. നല്ല നോവലാണ്. നമ്മുടെ ബഷീറിൻ്റെ ആട് എല്ലാം ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരി, അങ്ങനെ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം കണ്ടെത്തണം, അതാണ് ഇപ്പോഴത്തെ ഒരു ടാസ്ക്. സമയം കണ്ടെത്തി വായിക്കണം. അതുപോലെ ഈ ക്രോഷേ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ അല്ലേ. ഞാൻ ഈ ക്രോഷേ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സമയം കണ്ടെത്തണം. ഞാനിത് എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഷോൾ നെയ്തെടുക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, ഇതിനു വേണ്ടി കുറച്ച് സമയം മെനക്കെടണം. ഇത് പിന്നെ നമുക്ക് വിൽക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും അല്ല, ഇത് നമ്മുടെ ജസ്റ്റ് എൻ്റെ ഒരു മനസ്സാന്തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ നമ്മൾ ഈ കളർ കോമ്പിനേഷൻ നോക്കിയില്ല. എൻ്റെ കിട്ടുന്ന നൂല് അതൊക്കെയാണ്, അതൊക്കെ വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനിയുണ്ട് ഈ ഒരു ഇത്രയും വീതിയിൽ ഇനിയും നെയ്തെടുക്കണം. അപ്പം നമുക്ക് ഈ പുതയ്ക്കാൻ പാകത്തിലൊരു പരുവാകും. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം ഒരു ഷോൾ നെയ്യുമ്പോൾ ഈ ഇഴകളുണ്ടല്ലോ, ഇത് കുറച്ചും കൂടെ ഒന്ന് വേറെ ഏതെങ്കിലും ഒരു പാറ്റേണിൽ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പേ. പിന്നെ വേറൊരു വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട് ഞാനൊരു ഫ്രോക്ക് നെയ്തെടുത്തത്. ഇതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കുറേ വർഷമായത്, ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു കുഴപ്പമില്ല. ഞാനൊന്ന് കഴുകി വരാൻ നോക്കി, ഒരു കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months ഉള്ളൊരു ബേബിക്ക് ഇടാൻ പാകത്തിലൊരു ഡ്രസ്സാണ്. ഇതുണ്ടോ, ഒരു ചെറിയൊരു ഈ കൈയുടെ അവിടെ ഒരു ചെറിയ ഫ്ലവറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സ്വന്തം പരിപാടികളാണേ. അപ്പം നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ, ആ സമയത്തൊക്കെ ഞാൻ ജോലിക്കൊന്നും പോകുന്നൊന്നുമില്ലായിരുന്നു, വെറുതെ ഇരിക്കുമായിരുന്നു. ആ സമയത്തുള്ള കലാപരിപാടികളൊക്കെ ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം കണ്ടെത്തണം. സമയം നമ്മളെ തേടി വരില്ല, നമ്മളായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ സമയം കിട്ടും. എന്തായാലും നോക്കാം. ഇനി എന്തായാലും വേറെ എനിക്കൊരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, മനസ്സിലേക്ക് വരുന്നുണ്ട്. എല്ലാം ഒന്ന് ഇതുപോലെ ഒരു ഔട്ട്ഫിറ്റാക്കി എടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ക്രോഷയൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതോ എൻ്റെ അമ്മ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു, അപ്പോൾ അമ്മ പഠിപ്പിച്ചതാണ്. പിന്നെ കുറച്ചൊക്കെ ഓൺലൈനിലൊക്കെ നോക്കി അങ്ങനെ പഠിച്ചത് കേട്ടോ. ഇതൊക്കെ എളുപ്പമുള്ള പരിപാടിയാണ്, പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ നെയ്തുകൊണ്ടിരിക്കുന്ന ഷോൾ ഉണ്ട്. ഇവിടെ ആ നീഡിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് കുറച്ച് അതിൻ്റെ ഇഴകൾ അങ്ങ് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഉദ്ദേശിച്ചിരുന്നത്, ഇപ്പം UAE ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസമൊക്കെ നല്ല തണുപ്പിൻ്റെ സമയമൊക്കെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്ത ഷോളാണ്. പക്ഷേ
അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പം അതിന് മുമ്പ് ജോലിക്കൊക്കെ കയറി. അപ്പം ജോലിയും ഇതും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നടക്കുന്നില്ല. അപ്പോൾ ഇത് എന്തായാലും ജനുവരി ആയല്ലേ ഇപ്പം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത സമ്മർ ഉടനെ ആവും. ആ സമയത്ത് ഇനിയിപ്പോൾ അടുത്ത വിൻ്ററിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ സമ്മറിൻ്റെ സമയത്ത് എന്തായാലും നമ്മളിത് ഉപയോഗിക്കത്തില്ലല്ലോ, വിൻ്ററിൻ്റെ സമയത്തല്ലേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ നമ്മൾ വിൽക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും അല്ലല്ലോ, സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കാരണം എല്ലാത്തിനും പല കോമ്പോയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വേണ്ടേ വയലറ്റ് ആണെങ്കിൽ ഇവിടെ പച്ച, ഇവിടെ റോസ്, റെഡ്, പച്ച, വയലറ്റ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ത്രെഡ് അത് വെച്ചാണ് ഞാൻ നെയ്തെടുക്കുന്നത്. കുറേ അധികം ക്ഷമ വേണം, ക്ഷമയുള്ള പരിപാടിയായത്. ക്ഷമയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ വെച്ച് നോക്കിയപ്പോൾ ഈ ഒരു ത്രെഡ് തീർന്നു പോയായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്നത് ഗ്രീൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനേക്ക് കുറച്ചും കൊണ്ട് നമ്മൾ ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം നല്ല ഭംഗിയിലുള്ള ഓരോ ഇഴകളും എല്ലാം സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞാൻ നെയ്തെടുത്ത ഷോൾ. ഇത്രയും കൂടെ ഇനി വീതി വന്നു കഴിഞ്ഞാൽ ഞാനതൊന്ന് ശരിക്കും ഇങ്ങനെ പുതച്ച് കാണിക്കാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇരിക്കുന്ന ത്രെഡ് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ ഇത് സാധാരണ ത്രെഡ്, ഇതിന് അത്ര വലിയ എമൗണ്ടൊന്നുമല്ല, വലിയ ചെറിയ തുകയേ ഉള്ളൂ. ഇപ്പോൾ റെഡ് ഇരിപ്പുണ്ട്, റെഡും ഇതുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഗ്രീൻ തീർന്നു പോയി, ഗ്രീനില്ല, തീർന്നു. ഗ്രീനാണ് അധികം ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും തീർന്നു. ഇനി എപ്പോഴും പോകുമ്പോൾ അതിനെ ഇന്ന് എന്തായാലും കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ചീരയുടെ ഇല അതൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചേക്കുന്നത്. ചില സമയത്തൊക്കെ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ നല്ലൊരു രസമല്ലേ. അപ്പം കുറച്ച് അച്ചാർ ഇരിപ്പുണ്ട്, മീൻ വറുത്തും ഇരിപ്പുണ്ട്, പിന്നെ കിഴങ്ങ് മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്. ഇത് മതി. നമ്മൾ തന്നെ ഉള്ളപ്പം വലിയ ലാവിഷായിട്ടുള്ള കറികളൊന്നും വേണ്ടല്ലോ, ഇതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ ദിവസം ഇട്ട് വെച്ച മാങ്ങാച്ചാറാണേ. ഞാൻ മാങ്ങാച്ചാർ ഒരുപാട് അങ്ങനെ ഇട്ട് വെക്കാറില്ല. ഒരു 3-4 മാങ്ങയൊക്കെ, ഇവിടെയൊക്കെ മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പം 3-4 മാങ്ങ മേടിച്ചിട്ട് അത് അച്ചാറിട്ട് വെക്കും. അപ്പം നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല, കാരണം നല്ല ഫ്രഷാണ് സാധനം. കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേനെന്നറിയാമോ, നല്ല ഫ്രഷ് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ മൂവാണ്ടൻ മാങ്ങയില്ലേ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് അച്ചാറിട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് മതി, ചോറിനെ കൊണ്ടുപോകുമ്പോൾ ഇതും എന്തെങ്കിലും മെഴുക്കുവരട്ടിയോ ഒക്കെ മതി. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. മാങ്ങ അച്ചാർ ഇതും കൂട്ടി വേണം കഴിക്കാൻ. മോരുകറി കഴിഞ്ഞ ദിവസം കുറച്ച് ഇരിപ്പുണ്ട്, മോരുകറി നോക്കട്ടെ. മോരുകറി കുറച്ച് ഇരിപ്പുണ്ട്, ഇച്ചിരിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് തീർക്കണം. ഞാൻ ഓർക്കും ഒരു വെറൈറ്റി ആയിട്ട് ചട്ടിയിൽ കഞ്ഞി കുടിച്ചാലും ഒന്ന് നോക്കാം. ഒക്കെ അടുക്കളയെന്ന് പറയുമ്പോഴത്തേന് ഇത്രയും വലിപ്പം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഫ്ലാറ്റിലോട്ടൊക്കെ മാറണം. നമ്മൾ അത്രയും എക്സ്പെൻസ് കൊടുത്ത് മാറേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അത്രയും മണിയൊക്കെ നമ്മൾ ഇത്രയും ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യമേ. പിന്നെ ഈ ഒരു അടുക്കളയെന്ന് പറയുമ്പോഴത്തേനും മിക്കപ്പോഴും നമുക്ക് കുക്ക് ചെയ്യാനുള്ള സമയം അങ്ങനെ കിട്ടാറില്ല. ചിലപ്പോൾ മിക്കപ്പോഴും പുറത്തുനിന്നായിരിക്കും ഫുഡൊക്കെ കഴിക്കുന്നത്. കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടികളൊക്കെ കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏലക്കയാണ്, ഏലക്ക, മുളക് പൊടി, അങ്ങനെയുള്ള മിക്ക പൊടികളും നാട്ടിൽ നിന്ന് മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അതുപോലെ മല്ലി, ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആരും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുത്തു വിടുക. അത് കാരണം ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് അങ്ങനെ അധികം അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ മസാലപ്പൊടി ഒന്നും അങ്ങനെ മേടിക്കേണ്ടി വരത്തില്ല. പിന്നെ എണ്ണ മേടിക്കുന്നത്, എണ്ണ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ വരുമ്പം എണ്ണ ഇത് കണ്ടില്ലേ, ഈ ഒരു 5 ലിറ്ററിൻ്റെ ക്യാനകത്ത് നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ഉപയോഗിക്കാൻ, കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ തണുപ്പായത് കാരണം ഇങ്ങനെ ഉറഞ്ഞിരിക്കുക കണ്ടില്ലേ, നല്ല കട്ടക്കിരിക്കുക. നല്ല കട്ടക്കിരിക്കുക. ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉരുകി കിട്ടും. പിന്നെ ഞാനോർത്ത് കുറച്ചൊക്കെ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് അധികം ഇവിടെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ എണ്ണയുടെ വെറൈറ്റി ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എണ്ണ കുറേ ടൈപ്പ് എണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുക്കർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ
സൺഫ്ലവർ ഓയിലില്ലേ, ഞാൻ 100-ൻ്റെ സൺഫ്ലവർ ഓയിലാണ് മേടിക്കാറ് എപ്പോഴും. അത് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതെന്തായാലും മേടിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് ഒരു അച്ചാറിടാൻ തോന്നുന്നത് അറിയില്ല, അതുകൊണ്ട് നല്ലെണ്ണ എപ്പോഴും ഉണ്ടാവും. പിന്നെ വിനാഗിരി, നമ്മുടെ പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേനും വിനാഗിരി വെച്ച് ഞാൻ കഴുകാറുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ കടുകെണ്ണയില്ലേ, കടുകെണ്ണ വെച്ച് ഞാൻ അധികം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, കുറച്ചെങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത് വെച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അറിയില്ല. പക്ഷേ എന്തായാലും 2-3 കറി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതെന്തായാലും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എണ്ണയിൽ മേടിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ നല്ല ഹെൽത്തി ആണെന്നാണല്ലോ പറയുന്നത്. അപ്പം ഒലിവ് ഓയിൽ മേടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ദോശയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും, ചില സമയത്ത് ഞാൻ മീനൊക്കെ വറക്കുമ്പോൾ ഇതിന് ഒലിവ് ഓയിൽ ഉപയോഗിക്കാറുണ്ട്. മിക്കപ്പോഴും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിലുള്ള ടേസ്റ്റിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. പിന്നെ കുറച്ച് നെയ്യ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇത് ചില സമയത്തൊന്നും അറിയാമോ, ആ വെളിച്ചെണ്ണ നന്നായിട്ട് ഉറഞ്ഞിരിക്കുവാണല്ലോ, അപ്പം ചില സമയത്ത് അത് ഒഴിച്ചെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വെളിച്ചെണ്ണ നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുമല്ലോ, ഇത് ഈ ഒരു ബ്രാൻഡ് എപ്പോഴും മേടിക്കുന്ന KLF-ൻ്റെ. പിന്നെ ഇതെന്താണ്, അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഇതിൽ നിന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ എന്താണ് കായം LGയുടെ കായമാണ് മേടിക്കുന്നത്. അപ്പോൾ അടുക്കള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ഒരു തവി നാട്ടിൽ പോയ സമയത്ത് കൊണ്ടുവന്ന കേട്ടോ. നാട്ടിൽ പോയ സമയത്ത് നമുക്കിങ്ങനെ വഴിയരികിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ കഞ്ഞിയായിട്ടുണ്ട്. ഈ മൺചട്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മയക്കെടുത്ത ചട്ടിയാണ്. ശരിക്കും പിന്നെ അടിയിലൊന്നും അങ്ങനെ പിടിക്കത്തൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റാണ്. ഇതുണ്ടല്ലേ, നല്ല ഗ്ലേസിങ് ആണ്. ഇത് ഞാൻ ഒരു ഓണത്തിൻ്റെ സമയത്ത് ലുലുന്ന് മേടിച്ചതാണ്. അന്ന് അതിന് 10 ദിർഹംസേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ മറ്റേ എപ്പോഴും ഈ ഗ്യാസിൻ്റെ പുറത്ത് വെക്കുന്നതാണ് ഒരു വിള്ളൽ വന്നേക്കുന്നത്, അല്ലാണ്ട് ഉള്ളിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മേടിച്ച ഒരു ചട്ടിയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. നമുക്ക് ചില പാത്രങ്ങളൊന്നും എല്ലാം ഒത്തു വരത്തില്ലല്ലോ, അങ്ങനെ ഒത്തു വന്നൊരു ഇതാണിത്. ഇതിൻ്റെ കൂടെ വേറൊരെണ്ണമുണ്ട്, ഒരു മീൻചട്ടി. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഇത് കറുത്ത ചട്ടിയില്ല. ഇതിനകത്ത് മീൻകറി ഒരുപാട് പേരുള്ള സമയത്തൊക്കെ ഞാൻ ഇതിനകത്താണ് മീൻകറി വെക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ തന്നെയുള്ളെങ്കിൽ ഇതിനകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതും നല്ല ലാസ്റ്റ് ചെയ്തുകൊണ്ട് അടിയിലിങ്ങനെ ഗ്യാസിൻ്റെ പുറത്ത് വെക്കുന്നതാണെന്ന് തോന്നുന്നു ഒരു വിള്ളൽ വന്നേക്കുന്നത്, അല്ലാണ്ട് ഉള്ളിൽ ഇതിനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. രണ്ടും ഞാൻ മയക്കെടുത്ത ചട്ടിയാട്ടോ, കണ്ടില്ലേ. ചട്ടിക്കകത്ത് മീൻകറി വെച്ച് കഴിഞ്ഞാണല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്. എന്തായാലും മൺചട്ടി ഇല്ലാത്ത ജീവിതം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ കഞ്ഞി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊരു കഞ്ഞി ഇടാൻ പോകാം കേട്ടോ. നല്ലൊരു കഴുകി വെച്ചേക്കുന്നതാണ്, അതൊന്ന് കഴുകിയേക്കാം. അതിൻ്റെ ഗ്ലേസിങ് ഉണ്ടോ. കഞ്ഞി ആയിട്ടുണ്ട്. ആവശ്യം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിനകത്ത് മീൻ വറുത്തത് ഈ ഒരു പ്ലേറ്റിലോട്ട് വെക്കുവാണേ. ഒരു 2 കഷ്ണം മീൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെഴുക്ക് വരട്ടി, പാവയ്ക്ക മെഴുക്ക് വരട്ടി ഇരിപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഞാനത് എടുക്കുന്നില്ല, എനിക്ക് ഒരുപാട് കറിയൊന്നും വേണ്ട, ഇത്രയൊക്കെ മതി. മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടേ, വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ലേശം മാങ്ങാച്ചാർ ഞാൻ കഞ്ഞിയുടെ പാത്രത്തിനകത്ത് ഇട്ടിട്ടുണ്ടേ. പിന്നെ ഉപ്പ് ഞാൻ കഞ്ഞിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പ് ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയാണ്. പിന്നെ നമ്മുടെ മോരുകറി, ഇത് ഓപ്ഷനിലാണ്. മോരുകറി പിന്നെ ഇഷ്ടമുള്ളവർ മാത്രം ഒഴിച്ച് കഴിച്ചാൽ മതി, ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ എന്തായാലും മോരുകറി എടുക്കുന്നില്ല, മോരുകറി വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഒരുപാടൊന്നുമില്ല. ചെറുപയർ കഞ്ഞി, മാങ്ങ അച്ചാർ, മെഴുക്ക് വരട്ടി, അച്ചാർ 2 എടുത്തിട്ടിട്ടുണ്ട്, മീൻ വറുത്തത്. അപ്പം എന്തായാലും കഞ്ഞി കുടിക്കട്ടെ. സമയം 2 മണിയായി, നല്ല വിശപ്പായി.
നല്ല കഞ്ഞി. ഒരു കാര്യം പറഞ്ഞു, ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്, പക്ഷേ ഞാൻ എടുക്കുന്നില്ല. എനിക്ക് ഇത്രയും കറികളും മതി, ധാരാളം. അപ്പോൾ തുടങ്ങാമല്ലേ അംഗം. ഞാൻ അംഗം തുടങ്ങാൻ പോകട്ടോ. കൊതുവിടല്ലേ ആരുവേ. ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണോ? നല്ല ചൂടുണ്ട്, എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. എവിടെ വെള്ളം വന്നു. വെള്ളം ഇവിടെ ഓൺലൈൻ വഴി ആയിട്ടാണ് മേടിക്കുന്നത്. നമ്മുടെ കിണർ ഇതാണ്, കുടിവെള്ളം. ഞങ്ങൾ താമസിക്കുന്ന വില്ലയിലാണ്. ഇപ്പോൾ വില്ലയുടെ ഒരു ഹോളാണ്. ഇവിടെ കുറേ ഫാമിലീസ് ഉണ്ട്. അതിനകത്തൊരു റൂമാണ് ഞങ്ങളെടുത്തേക്കും. കഞ്ഞി വേണ്ട വെയിറ്റ് ചെയ്യുന്നു. കഞ്ഞി കുടിക്കാൻ എടുത്തപ്പോഴാണ് വെള്ളം വന്നു എന്ന് പറഞ്ഞേ. അപ്പം കഞ്ഞി കുടിക്കട്ടെ, നല്ല ചൂടുണ്ട് കഞ്ഞിക്ക്. ആവി പറക്കുന്ന കണ്ടോ. കപ്പ, ചേമ്പ്, കാച്ചിൽ ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ്. നാട്ടിൽ ലീവിന് പോകുമ്പം വേണം കുറച്ച് കപ്പയും ചേമ്പും കാച്ചിലും ഒക്കെ കഴിക്കാനായിട്ട്. ഞങ്ങളുടെ ആ ഒരു മലയോര പ്രദേശമാണല്ലോ, അവിടെ മിക്ക ആളുകളും രാവിലത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കപ്പ, ചേമ്പ്, കാച്ചിൽ, കാന്താരി പൊട്ടിച്ചതൊക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ ഒരു കാലമാണ്. ഇനിയുള്ളൊരു കാലത്ത് ഇനിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലേ, ഉണ്ടാവട്ടെ. പിന്നെ അത് കുറച്ച് നല്ല രീതിയിൽ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മീൻ കഷ്ണം അത് കിടപ്പുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിക്കട്ടെ, എങ്ങോട്ടാന്ന് ഞാൻ പറയാൻ കഴിച്ചിട്ട്. നാട്ടിലൊന്ന് പോയിട്ട് വന്നു. മീൻ ഉണക്കമീനാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമേ. സൂപ്പറാണ്. മെഴുക്കോട്ടി ചമ്മന്തിപ്പൊടി കൂടെ കുറച്ച് ഇടായിരുന്നു, പിന്നെ അതിന് പോയി എടുക്കണ്ടേ, മടിയാ. അത് വിശപ്പ് നല്ല രീതിയിലുണ്ടേ. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. രാവിലെ ഒരു ഗ്ലാസ് ചായ, ഒരു നമ്മുടെ 50-50 മാസ്ക ചാസ്ക ബിസ്ക്കറ്റില്ലേ, അതൊരു 3-4 കഴിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ ഉച്ചയായപ്പോൾ നന്നായിട്ട് വിശന്നു. അതുകൊണ്ട് പിന്നെ കഞ്ഞി കുടിക്കും. ചെറിയൊരു ജലദോഷക്കോളും ഉള്ള കാരണമാണ് ഈ കഞ്ഞി കുടിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം വൈകുന്നേരം ദുബായ് കരാമയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയേ, മൺചട്ടി എന്ന് പറയും. ഇന്നലെ ആ ചട്ടിക്കകത്ത് ചോറ് കഴിച്ച് പിന്നെ എനിക്കൊരു ആഗ്രഹം, അങ്ങനെയാണ് ഇന്ന് ഞാൻ ചട്ടിയിൽ ചോറ് കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചത്. നല്ല ഫുഡായിരുന്നു അവരുടെ. പരസ്യമൊന്നുമല്ല, പക്ഷേ ചെറിയ നമ്മുടെ നാട്ടിൽ കഞ്ഞി, അതുപോലെ നാട്ടിലെ പോലത്തെ കഞ്ഞി, അതുപോലെ തന്നെ പയർ മെഴുക്കുവരട്ടിയും തോരനും അച്ചാറും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അതിന് ശേഷമായിരിക്കും ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു ന്യൂസ്റ്റ് അടിച്ചിട്ട് ഞാൻ കുടിക്കുന്ന കഞ്ഞിയാണിത് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഞ്ഞി കുടിച്ചു. എൻ്റെ മീൻ ചട്ടിയിൽ ഞാൻ കഞ്ഞി കുടിച്ചു. ചതച്ചൊരു മോര് വേണം, തൈര് തൈരും ഒരു ശകലം ഉപ്പും. ഉപ്പോടെ ആർക്കും തൈര് വേണം, തൈര് എണ്ണ കഴിക്കണ്ട, പിന്നെ എന്തിനാ പോയിട്ട്
മാത്രം കഴിച്ചാൽ മതി. അവിടെ സെക്യൂർഡ് ആയിരുന്നു. ശകലം പയറോടെ വേണ്ട വിതറാണ്ടായിരുന്നു, പൊളിയായിരുന്നല്ലേ.